ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മമ്പയറും മത്തനും കൂടിയുള്ള ഒരു എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മമ്പയർ ഇന്നലെ രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതും പിന്നെ മത്തൻ്റെ തോലൊക്കെ ചെത്തിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ. ഒരു 3 വിസിൽ വന്നിട്ടുണ്ടാവും. പിന്നെ അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങയും പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് തരിതരിപ്പായിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ, വല്ലാണ്ട് അരഞ്ഞു പോണ്ട. അങ്ങനെ ഇത് അരപ്പ് തയ്യാറാക്കുമ്പോഴേക്കും തന്നെ കഷ്ണവും അതേപോലെ പയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരച്ച് വെച്ചതും കൂടി ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വടക്കോട്ടേക്കൊന്നും സദ്യയിൽ അങ്ങനെ മമ്പയറും മത്തനുള്ള എരിശ്ശേരിയൊന്നും അങ്ങനെ കാണലില്ല. പക്ഷേ ഇവിടെയൊക്കെ എല്ലാവർക്കും അതൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മൾ ഈ വറവിടുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ടും വരിക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ കടുകും ചെറിയുള്ളിയും അതേപോലെ കറിവേപ്പിലയും ചുവന്ന മുളകും ഒരു പിടി തേങ്ങയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. തേങ്ങയും നല്ലോണം മൂപ്പിച്ചതിന് ശേഷമാണ് ഈ പിന്നെ നമ്മളെ വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മമ്പയറും മത്തനും എരിശ്ശേരിയായിരുന്നു. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.